ഹായ് ഫ്രണ്ട്സ്, ഞാൻ നസ്രിയ. വെൽക്കം ടു അടുക്കള മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മസാലയാണ്. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെയും ദോശയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമായ ചേരുവകൾ: 4 പുഴുങ്ങിയെടുത്ത മുട്ട, മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 2 സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പച്ചമുളക് 1, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, അരമുറി തേങ്ങയുടെ പാൽ, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്, മല്ലിയില, വെള്ളം എന്നിവ ആവശ്യത്തിന്. ഒരു ബൗളിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക. പുഴുങ്ങിയെടുത്ത മുട്ട കത്തി കൊണ്ട് വരഞ്ഞെടുത്ത് മസാല നന്നായി തേച്ച് പിടിപ്പിക്കുക. പാചകവും വായനയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അടുക്കള മാജിക് റെസിപ്പീസ് തീർച്ചയായും ലൈക്ക് ചെയ്യുക. നല്ല നല്ല കഥകളും അതുപോലെ പുതിയ പുതിയ റെസിപ്പീസും നിങ്ങൾക്ക് ദിവസവും ആസ്വദിക്കാവുന്നതാണ്. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ബാക്കി വന്ന മസാലയും മുട്ടയും ഇട്ട് നന്നായി മൊരിയിച്ചെടുക്കുക. മുട്ട മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കി വന്ന എണ്ണയിലേക്ക് സവാള ചെറുതായി മുറിച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും എണ്ണത്തിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. സവാള നന്നായി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മസാല നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മുട്ടയിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ കേരള സ്റ്റൈൽ എഗ് മസാല റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കിത് വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ തയ്യാറാക്കാൻ പറ്റും. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങളുടെ റെസിപ്പി ഫോട്ടോസ് എല്ലാം എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. ഇനി ഇത് ഒരു സർവിങ് പ്ലേറ്റിലിട്ട് മാറ്റി മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക് യു.